ഹലോ, നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് BPCC 104ൻ്റെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഈസി ആയിട്ട് 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് നമ്പേഴ്സാണ് ഞാൻ എഴുതിയേക്കുന്നത്. ആ നമ്പേഴ്സാണ് നമ്മൾ ചോദ്യമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. 58, 34, 32, 47, 74, 67, 35, 34, 30 ആൻഡ് 39. ഇതിൻ്റെ മീൻ കാണണം, മീഡിയൻ കാണണം, മോഡ് കാണണം. ആദ്യം നമുക്ക് മീൻ കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം. മീൻ കാണാൻ എളുപ്പമാണ്. നമുക്ക് ഈ തന്നേക്കുന്ന നമ്പറിൻ്റെ എല്ലാം സമ്മേഷൻ എടുക്കണം. അതാണ് സിഗ്മ എക്സ്. സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ. 58 പ്ലസ് 34 അങ്ങനെ ഫുൾ ചെയ്യുക, ഫുൾ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 10. അപ്പം നമുക്ക് നോക്കുമ്പോൾ 450 ഡിവൈഡ് ബൈ 10 എന്ന് വരുമ്പോൾ 45 വരും. അപ്പോൾ 45 ആണ് ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മീഡിയൻ. മീഡിയൻ ചെയ്യുമ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒന്നെങ്കിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് തന്നേക്കുന്ന നമ്പേഴ്സിനെ എല്ലാം എഴുതണം. ചില ക്വസ്റ്റ്യൻസിന് 10 നമ്പർ ആയിരിക്കും, ചിലതിന് 9 ആയിരിക്കും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നെങ്കിൽ ഈവൻ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് ആയിരിക്കും എന്ന് പറയുന്നത് വരുന്നത്. ഇപ്പം 10 ആണെങ്കിൽ നമുക്കറിയാം അത് ഈവൻ ആണ്, 9 ആണെങ്കിൽ നമുക്കറിയാം അത് ഓഡാണ്. ഇപ്പം അപ്പോൾ 7 ആണെങ്കിൽ ഓഡാണ്, 8 ആണെങ്കിൽ ഈവൻ ആണ്. അങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ഒരു ഇക്വേഷനുണ്ട്, n/2 സ്ക്വയർ. അതായത് ഇപ്പം 10 ഡിവൈഡ് ബൈ 2, അപ്പം നമുക്ക് എത്ര കിട്ടും? 5. അപ്പോൾ 5th സ്കോറാണ് അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. അതായത് അഞ്ചാമത് ഏത് നമ്പറാണ് വന്നിരിക്കുന്നത്? 30, 32, 34, 35. അപ്പോൾ അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് 35 ആണ്. ഓർക്കണം, ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയത് ആയിരിക്കണം. ആ ഒരു ഓർമ്മ നമുക്ക് വേണം. നമുക്കിപ്പോൾ സിമ്പിൾ അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ്, കാരണം ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതിയാൽ മതിയല്ലോ. ഓക്കെ, അങ്ങനെ എഴുതുമ്പം മീഡിയൻ ഈവൻ നമ്പർ ആണെങ്കിൽ n/2 സ്കോറ്. അടുത്തത് ഇനി ഓടാണുള്ള സ്കോറെങ്കിൽ n+1/2 സ്കോർ. അപ്പം 9 ആണെങ്കിൽ 9+1 ഡിവൈഡ് ബൈ 2 എത്ര വരും? 5th സ്കോർ തന്നെ അതും വരും. അതിൻ്റെ ഏതാണോ അഞ്ചാമത് വരുന്നത് അതായിരിക്കും അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മോഡെന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നമ്മുടെ ഈ തന്നേക്കുന്ന നമ്പേഴ്സിൽ ഏത് നമ്പറാണോ കൂടുതൽ തവണ റിപ്പീറ്റായിട്ട് വന്നിരിക്കുന്നത് അതാണ് നമ്മുടെ മോഡെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം 34 ആണ് 2 തവണ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ 34 ആണ് ആൻസർ. ഇപ്പം 34 പകരം 32 ഒരു 3 തവണയായിരുന്നെങ്കിൽ 32 ആയിരിക്കും മോഡായിട്ട് വരുന്നത്. ഈ കേസിൽ 34 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.